തൊണ്ടിമുതൽ മോഷണക്കേസിൽ ആന്റണി രാജുവിനെതിരെയുള്ള കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചു. ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും. ആതിര, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി അറിയിച്ചത്? എന്തൊക്കെ നിരീക്ഷണം നടത്തിയിരിക്കുന്നു? ആന്റണിയെ അയോഗ്യനാക്കിയത് തുടരും, കുറ്റക്കാരനെന്ന വിധി നിലനിൽക്കും എന്നതാണ് കോടതി പറയുന്നത്. വിവരങ്ങൾ. അശ്വതി, ഏതായാലും ആന്റണി രാജുവുമായി ബന്ധപ്പെട്ടുള്ള ഈ തൊണ്ടിമുതൽ കേസിൽ ജനുവരി 3-നാണ് ആന്റണി രാജുവിന് ഇത്തരത്തിലുള്ള ശിക്ഷാവിധി നെടുമങ്ങാട് കോടതി വിധിച്ചത്. അതിൽ ഏകദേശം 3 വർഷത്തോളമുള്ള തടവ് ശിക്ഷയായിരുന്നു ആന്റണി രാജുവിനും അതുപോലെ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ജോസിനും, കോടതി ജീവനക്കാരനായിട്ടുള്ള ജോസിനും ലഭിച്ചത്. ആ ശിക്ഷാവിധിക്ക് മേൽ ഒരു അപ്പീലിന് പോകുമെന്ന് ആന്റണി രാജു അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു വിധി ഇപ്പോൾ നിലവിലേതായാലും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. ആന്റണി രാജുവിനെതിരെയുള്ള ഈ 3 വർഷത്തെ ശിക്ഷാവിധി താൽക്കാലികമായിട്ട് തിരുവനന്തപുരം സെഷൻസ് കോടതി മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ താൽക്കാലികമായി മാത്രമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 6-ന് ഇതിന്മേലുള്ള ഒരു വാദം കോടതി വീണ്ടും കേൾക്കുന്നതായിരിക്കും. താൽക്കാലികമായിട്ടുള്ള ഈ ശിക്ഷാവിധി മരവിപ്പിച്ചത് കൊണ്ട് തന്നെ ആന്റണി രാജു കുറ്റക്കാരൻ എന്ന ഒരു കുറ്റക്കാരനായി തന്നെ തുടരും. പ്രതി കുറ്റക്കാരനാണെന്ന വിധി ഏതായാലും നിലനിൽക്കും. ആന്റണി രാജുവിന് ഈ അയോഗ്യതയും നിലവിൽ ഏതായാലും തുടരും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 3 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. ഈ ശിക്ഷാ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആന്റണി രാജു കോടതിയെ സമീപിച്ചത്. നിലവിൽ ഏതായാലും ഫെബ്രുവരി 6-നായിരിക്കും ഇത് സംബന്ധിച്ച ഒരു വാദമൊക്കെ തന്നെ കോടതി കേൾക്കുക. അതിനുശേഷമായിരിക്കും ഈ വിധിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടോ എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 1990-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഓസ്ട്രേലിയക്കാരനായ ഒരു വിദേശൻ പൗരനെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ഈ കോടതിയുടെ കോടതി ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാദം കേൾക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ച് ആ വിദേശ പൗരനെ രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ് ആന്റണി രാജുവിനെതിരായിട്ടുള്ള കേസ്. അതുപോലെ തന്നെ അതിന് ഒത്താശ ചെയ്തതിനാണ് ഒന്നാം പ്രതിയായിട്ടുള്ള ജോസിനെയും ഇത്തരത്തിൽ കോടതി ഏതായാലും ശിക്ഷിച്ചിട്ടുള്ളത്. നിലവിൽ ഏതായാലും താൽക്കാലികമായി 3 വർഷം ശിക്ഷാവിധി എന്ന് പറയുന്നത് കോടതി മരവിപ്പിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 6-ന് കോടതി ഇത് സംബന്ധിച്ച വാദം കേൾക്കും. ശരി, തൊണ്ടുമുതൽ മോഷണക്കേസിൽ ആന്റണി രാജുവിനെതിരെയുള്ള കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചു. ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. ആതിര രാധാകൃഷ്ണനാണ് വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും നൽകിയത്.